ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. നമ്മൾ ഇന്നത്തെ 27 ആയി. സോ കഴിഞ്ഞു, നാളെ കൂടെ ഉള്ളൂ. അപ്പം ഇതിന് മുന്നിലുള്ള എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ മാജിക് മിറർ. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു. നമ്മൾ ആകാശത്തിനും ഭൂമിക്കും മണ്ണിനും മഴയ്ക്കും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു. പക്ഷെ നമ്മൾ ഒരു സാധനത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു. അതായത് നമ്മൾ നമ്മുടെ ഡ്രീംസിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു, അതിൻ്റെ പ്രോസസ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു. ഇതൊക്കെ വർക്ക് ആവണമെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മളവിടെ വേണ്ടേ? സോ നമ്മൾ അൾട്ടിമേറ്റ്ലി ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണല്ലോ. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ എന്ത് ചെയ്താലും അലമ്പാവാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കുക അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു, നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിന് വേണ്ടി നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു വിലയില്ല നിങ്ങളോട് തന്നെ. അപ്പോൾ മനസ്സിലായില്ലേ, ഹൗ ഡസ് ദാറ്റ് ഇവൻ വർക്ക്? അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. അതാണ് ഇന്നത്തെ ആക്ടിവിറ്റിയുടെ പേര് തന്നെ, മാജിക് മിറർ. കണ്ണാടി നോക്കിയാൽ നമ്മൾ തന്നെയാണല്ലോ കാണുന്നത്. സോ നമ്മൾ കണ്ണാടി നോക്കി നമുക്ക് വേണ്ടി എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നു. സോ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് അത് തന്നെ. കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക, കണ്ണാടിയിലേക്ക് നോക്കുക, താങ്ക് യു പറയുക. പക്ഷേ നമ്മൾ ഇത്രയും കാലം നമ്മൾ പല കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സെർട്ടൻ ലെവൽ ഓഫ് ആത്മാത്ര അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിനേക്കാളും ഒക്കെ മേലെ അത്രയും ഡീപ്പായിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊടുക്കാനായിട്ട്. ലൈക്ക് ബി ഗ്രേറ്റ്ഫുൾ ലൈക്ക് യു ഹാവ് നെവർ ബീൻ ബിഫോർ. അത്രയും ഇതായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. പിന്നെ ഇതോടെ കഴിയുന്നില്ല. നിങ്ങൾ ഇന്നത്തെ ദിവസം എപ്പോഴൊക്കെ കണ്ണാടി കാണുന്നോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. സോ ഇതൊരു ഫുൾ ഡേ പ്രോസസ്സാണ്. പിന്നെ ഇവിടെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഒരു പോയിന്റ് പോലെ പറയുന്നുണ്ട്. അതായത് ഇത് എന്താ പറയുക, ഈ ടാസ്കിൻ്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട്, ഇഫ് യു ആർ ബ്രേവ്, നിങ്ങൾ ആ കണ്ണാടി നോക്കി നിങ്ങൾ 3 കാര്യം നിങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആവാനായിട്ടുള്ളത് പറയുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓപ്ഷൻ സാറിനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കി, ഓക്കെ ഞാൻ ബ്രേവ് അല്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ ഇതിൻ്റെ പോയിന്റ് പോയില്ലേ. നമ്മളിൽ ഗ്രേറ്റ്ഫുൾ ആവുക, നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേവ് അല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നോ, ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ് അക്കോർഡിംഗ് ടു മീ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മൾ എല്ലാവരും ബ്രേവാണ്. കാരണം നിങ്ങളിപ്പോൾ ബാക്കി എല്ലാം മാറ്റി വെക്കുക, നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയില്ലേ. നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാണ്ട് 26ാമത്തെ ദിവസം കഴിഞ്ഞ് ഇന്ന് 27ാമത്തെ ദിവസത്തിലെത്തി. ഇനിയിപ്പോൾ നിങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലും ബ്രേവാണ്. നിർത്തിപ്പോയിട്ട് നിങ്ങൾ ബാക്കിലേക്ക് പോയി നിങ്ങൾ പിന്നെയും ചെയ്ത് 27ാമത്തെ ദിവസം വരെ നിങ്ങളൊരു സാധനം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾ ബ്രേവ് ആയിട്ടുള്ള ഒരാളല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? യു ആർ ബ്രേവ് നോ മാറ്റർ വാട്ട്. സോ ഇത് നിങ്ങൾക്കൊരു ഓപ്ഷനില്ല, നിങ്ങൾ ഇതും കമ്പൽസറി ആയിട്ട് ചെയ്യണം. കണ്ണാടി നോക്കി ഗ്രേറ്റ്ഫുൾ ആവുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എന്തിനും ഗ്രേറ്റ്ഫുൾ ആവുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് തന്നെ, താങ്ക് യു ഫോർ നോട്ട് ഗിവിങ് അപ്പ്, താങ്ക് യു ഫോർ ഷോയിങ് അപ്പ് ഡെയിലി, സോ താങ്ക് യു ഫോർ ബീങ് കൺസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഗ്രേറ്റ്ഫുൾ ആവുക. ആൻഡ് ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോൾ കണ്ണാടി കണ്ടാലും മറക്കാണ്ട് ഗ്രേറ്റ്ഫുൾ ആവുക, താങ്ക് യു പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ. രാവിലെ എണീക്കുക, കൗണ്ടർ ബ്ലെസ്സിങ്സ് ചെയ്യുക, നേരെ പോയി പല്ലേക്കാൻ പോയി കണ്ണാടിയുടെ മുമ്പിൽ പോകുമല്ലോ, പല്ലേക്കാൻ പോകുന്നു, മുഖം കഴുകാൻ പോകുന്നു, ഓരോ വട്ടവും കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് സ്വന്തമായിട്ട് താങ്ക് യു പറയുക. പിന്നെ ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ 3 കാര്യം നമ്മൾ സ്പെസിഫൈ ചെയ്ത് എന്തിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആണെന്ന് കൺസിഡർ ചെയ്ത് താങ്ക് യു പറയുക. ആൻഡ് എല്ലാ ദിവസത്തെയും പോലെ രാത്രിയാകുമ്പോഴേക്കും മാജിക് റോക്ക് എടുക്കുക, താങ്ക് യു പറയുക ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.